ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. നമുക്കറിയാം, ലോകത്ത് വഹാബിസം കടന്നു വന്നതിന് ശേഷം അത് സമൂഹത്തിൽ വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സമുദായത്തിനകത്തു മാത്രമല്ല, സമുദായത്തിന് പുറത്തും. ഇസ്ലാമിക സമൂഹത്തെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിക്കാൻ വലിയ തോതിൽ കാരണമായത് വഹാബിസത്തിന്റെ രംഗപ്രവേശനമാണ്. ആ വഹാബിസവുമായി ആശയപരമായി കടപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങളും. എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങളും വഹാബിസവുമായിട്ട് ആശയപരമായിട്ട് കടപ്പെട്ടവരാണ്. ഈ കടപ്പാട് ഒരിക്കലും അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതവരുടെ ഗ്രന്ഥങ്ങളിലൂടെ കാണാൻ സാധിക്കും. അവരുടെ പ്രചാരണങ്ങളിൽ അതിൻ്റെ സ്വാധീനമുണ്ട്. അവർ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആശയ പ്രചരണങ്ങളിലെല്ലാം അതിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. പക്ഷെ ഏതാനും വർഷങ്ങളായി ഈ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിനകത്തു മാത്രമല്ല, പുറത്തും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുസ്ലിം സമൂഹത്തിന് പുറത്തുള്ള വലിയ വലിയ സാമൂഹ്യ നിരീക്ഷകന്മാർ, ചരിത്ര പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രവർത്തനത്തെ നേർക്കുനേർ അഭിമുഖീകരിക്കേണ്ടി വന്ന ആളുകൾ ലോകത്തുടനീളം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ലോകത്ത് കടന്നു വന്നപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അപകടകരമായ പ്രവർത്തനങ്ങൾ വ്യാപകമായി പഠനവിധേയമാക്കി. അത് കേരളത്തിലെ സുന്നികളല്ല, ലോകത്തുള്ള സുന്നികൾ പോലുമല്ല, അമുസ്ലിങ്ങളായിട്ടുള്ള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ഗഹനമായി പഠിക്കുന്ന, അന്വേഷിക്കുന്ന ആളുകളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് നിഷ്പക്ഷമായി പഠനം നടത്തിയവരെല്ലാം കണ്ടെത്തിയ ഉത്തരം, ഈ അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ശൈലികൾ മുസ്ലിം സമൂഹത്തിനിടയിൽ കടന്നു വരാൻ കാരണമായത് ഈ വഹാബി പ്രസ്ഥാനമാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയത്തിന്റെ സ്വാധീനമാണ് ഈ അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ലോകത്ത് പലയിടങ്ങളിൽ നടക്കാൻ കാരണമായത് എന്നവർ കണ്ടെത്തി, പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു, വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു.